ഹായ്, നമുക്ക് ഇനി നെക്സ്റ്റ് നമ്മൾ ചെറിയൊരു പോർഷൻ എടുത്തിട്ടില്ലായിരുന്നു നേരത്തെ. അതാണ് ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത്. അത് ആ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ കഴിഞ്ഞിട്ട് ഉള്ള പോർഷനാണ് ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ന്യൂറോണിൻ്റെ സ്ട്രക്ചറൊക്കെ പറഞ്ഞതാണ്, അതൊക്കെ ഓർത്തിരിക്കുക. സെൽ ബോഡി ഉണ്ട്, ഡെൻഡ്രൈറ്റ്സ്, അതുപോലെ ആക്സോണൈറ്റ്സ്, അതൊക്കെ എന്താണെന്ന് ഓർത്തിരിക്കുക. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സെൽ ബോഡി എന്താണ്, ആക്സോൺ എന്താണ്, ആക്സോണൈറ്റ്സ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളുടെ ഒരു കണ്ടിന്യൂവേഷനാണ്. എങ്ങനെയാണ് ഈ ന്യൂറോണിൽ കൂടി നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്, അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ ഡെൻഡ്രോണാണ് ഇമ്പൾസസിനെ സെൽ ബോഡിയിലേക്ക് എത്തിക്കുന്നത്. അത് കഴിഞ്ഞ് ആ ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് കൊണ്ടുപോകുന്നത്, സെൽ ബോഡിയിൽ നിന്ന് കൊണ്ടുപോകുന്നത് ആക്സോണാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഡെൻഡ്രൈറ്റ്സ്, സെൽ ബോഡി, ആക്സോണൈറ്റ്സ്, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അടുത്തത് ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഇലക്ട്രോ കെമിക്കലാണ്. അപ്പോൾ ഇമ്പൾസ് ട്രാൻസ്മിഷന് 3 സ്റ്റെപ്സാണുള്ളത്, 3 ഘട്ടങ്ങൾ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ മെയിൻ്റനൻസ് ഓഫ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. ആദ്യത്തത് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമത്തത് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുക. പിന്നീട് ഈ ജനറേറ്റ് ചെയ്ത ആക്ഷൻ പൊട്ടൻഷ്യലിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക, അതായത് അതിനെ മൂവ് ചെയ്യുക, ന്യൂറോണിൽ കൂടി അത് മൂവ് ചെയ്യുക. അങ്ങനെ ഈ 3 സ്റ്റെപ്പാണ് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഉള്ളത്. ഒന്നും കൂടി പറയാം. റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ആക്ഷൻ പൊട്ടൻഷ്യലിനെ ക്രിയേറ്റ് ചെയ്യുക, അതായത് ഒരു സ്റ്റിമുലസ് വരുമ്പോൾ അതിനനുസരിച്ച് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുക. പിന്നെ ഈ ആക്ഷൻ പൊട്ടൻഷ്യലിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ അത് ന്യൂറോണിൽ കൂടി പാസ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പാണ് മെയിൻ്റനൻസ് ഓഫ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ഡയഗ്രം, പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെയുള്ള ഡയഗ്രം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡയഗ്രം തന്നിട്ട് ഏത് പൊട്ടൻഷ്യലിലാണ് ഇരിക്കുന്നത്, ഏതാണ് സ്റ്റെപ്പ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് ഡയഗ്രം വരയ്ക്കാൻ ചോദിക്കാം. അപ്പോൾ അത് നിങ്ങൾ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് മെയിൻ്റനൻസ് ഓഫ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. അതായത് ന്യൂറൽ മെംബ്രെയിൻ കണ്ടെയ്ൻസ് വേരിയസ് സെലക്റ്റീവ്ലി പെർമിബിൾ അയോൺ ചാനൽസ്. ന്യൂറൽ മെംബ്രെയിനിൽ സെലക്റ്റീവ്ലി പെർമിബിൾ ആയിട്ടുള്ള അയോൺ ചാനൽസ് ഉണ്ട്. സെലക്റ്റീവ്ലി പെർമിബിൾ എന്ന് പറഞ്ഞാൽ ദേ അലൗ ഓൺലി സർട്ടൺ മോളിക്യൂൾസ് ടു പാസ് ത്രൂ ഇറ്റ്. എല്ലാ സബ്സ്റ്റൻസിനെയും പാസ് ചെയ്യാൻ സമ്മതിക്കില്ല, ചില സബ്സ്റ്റൻസിനെ മാത്രമേ ട്രാൻസ്പോർട്ടിന് സഹായിക്കുള്ളൂ. അയോൺ ചാനൽസ്, അത് അയോൺസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് സഹായിക്കുന്നത്. സോഡിയം അയൺ, പൊട്ടാഷ്യം അയൺ, ക്ലോറൈഡ് അയൺ, അങ്ങനെ അയൺസ് ഉണ്ടല്ലോ. അപ്പോൾ അയണിക് ബാലൻസ്, അയോൺസിൻ്റെ മൂവ്മെൻറ്റിനാണ് ഇത് സഹായിക്കുന്നത്. ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിലുള്ള ന്യൂറോൺ, അതായത് ഇമ്പൾസ് ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യാത്ത ഒരു ന്യൂറോൺ, ആ ന്യൂറോണിൻ്റെ ആക്സോണൽ മെംബ്രെയിൻ ഈസ് മോർ പെർമിബിൾ ടു, അതിൻ്റെ ആക്സോണൽ മെംബ്രെയിൻ ഇസ് മോർ പെർമിബിൾ ടു K+ ആൻഡ് നിയർലി ഇംപെർമിബിൾ ടു Na+. Na+ന് ഇംപെർമിബിൾ ആണ്, K+ന് പെർമിബിൾ ആണ്. ഓൾസോ ദ മെംബ്രെയിൻ ഈസ് ഇംപെർമിബിൾ ടു നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻ ഇൻ ദ ആക്സോപ്ലാസം. ആക്സോപ്ലാസിലെ നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീനിന് ഇംപെർമിബിൾ ആണ്. ആക്സോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ ഈ ഭാഗമാണ് ആക്സോപ്ലാസം എന്ന് പറയുന്നത്. അതായത് ഇത് ഈ പറയുന്നത് ആക്സോണാണ്. ആക്സോണിൻ്റെ ഇത് ഔട്ട്സൈഡ്, ഇത് ഇന്നർ സൈഡ്. ഇതാണ് ആക്സോപ്ലാസം എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസം ഇൻസൈഡ് ദ ആക്സോൺ ഇറ്റ്സ് കോൾഡ് ആക്സോപ്ലാസം. അപ്പോൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിൽ റെസ്റ്റിംഗ് ന്യൂറോണിൽ മോർ പെർമിബിൾ ടു K+, while it is impermeable to Na+, and also the membrane is impermeable to negatively charged protein in the axoplasm. അതായത് ആക്സോപ്ലാസത്തിൻ്റെ ഉള്ളിൽ നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻ ആണുള്ളത്. ദോസ് നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസ് വിൽ നോട്ട് എസ്കേപ്പ് ഔട്ട് ഫ്രം ദ ആക്സോപ്ലാസം. അതായത് ഈ പറയുന്ന നെഗറ്റീവ്ലി ചാർജ് സബ്സ്റ്റൻസസ് പുറത്തേക്ക് പോകില്ല. അതുപോലെ സോഡിയം അയൺസും ഉള്ളിലേക്ക് വരുള്ളൂ, പുറത്തേക്ക് പെർമിബിലിറ്റി കുറവാണ്. അതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഇതാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? കോൺസെൻട്രേഷൻ ഓഫ് K+ ആൻഡ് നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസ് ഇൻ ദ ആക്സോപ്ലാസം ഈസ് ഹൈ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം ഇസ്
ലോ. അപ്പോൾ ആക്സോപ്ലാസത്തിൻ്റെ ഉള്ളിൽ ഏതൊക്കെ കോൺസെൻട്രേഷനാണ് കൂടുതൽ? ഒരു റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഈ കാണുന്നതാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. ഈ കാണുന്നതാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ ആക്സോപ്ലാസത്തിൻ്റെ ഉള്ളിൽ നെഗറ്റീവ്ലി ചാർജ് അയോൺസാണ് കൂടുതൽ. അതുപോലെ കുറച്ച് K+ ഉണ്ട്. അതേസമയം പുറമെ ഔട്ട്സൈഡ് ദ ആക്സോപ്ലാസം പോസിറ്റീവ്ലി ചാർജ് സബ്സ്റ്റൻസ് ആണ് കൂടുതൽ. മനസ്സിലായോ? ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിലെ ന്യൂറോൺ ഇതാണ്. ഈ ഭാഗം ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിലെ ന്യൂറോൺ ആണെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ക്ലോറൈഡ് അയൺസ് ആൻഡ് K+ അയൺസ്. K+ പോസിറ്റീവാണ്, എന്നാലും ക്ലോറൈഡ് അയൺ ആണ് ധാരാളം ഉള്ളത്. അതേസമയം പുറത്താണെങ്കിൽ സോഡിയം അയൺസിൻ്റെ കോൺസെൻട്രേഷനൊക്കെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ പുറത്ത് പോസിറ്റീവ്ലി ചാർജ്, അതായത് ഔട്ട്സൈഡ് ദ ആക്സോപ്ലാസം ദ ന്യൂറോൺ ഹാസ് പോസിറ്റീവ്ലി ചാർജ് സ്ട്രക്ചർ ആൻഡ് ഇൻസൈഡ് ദ ആക്സോപ്ലാസം in the resting state it is negatively charged. Okay. So therefore concentration of K+ and negatively charged proteins in the axoplasm is high and concentration of Na+ is low. അപ്പോൾ ഉള്ളിൽ നെഗറ്റീവ്ലി ചാർജ് കൂടുതലും പുറമെ പോസിറ്റീവ്ലി ചാർജ് കൂടുതലുമായിരിക്കും. The fluid outside the axon contains low concentration of K+ and high concentration of sodium. അപ്പോൾ നോക്കിയേ, ഇവിടെ സോഡിയം അയൺസ് കൂടുതലായിരിക്കും, ഇവിടെ നെഗറ്റീവ് കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻസൈഡ് ദ ആക്സോപ്ലാസം ദ മെംബ്രെയിൻ ഷോസ് എ നെഗറ്റീവ് ചാർജ്. ആക്സോപ്ലാസത്തിൻ്റെ ഉള്ളിൽ, അതായത് ആ മെംബ്രെയിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും കൂടുതൽ. പക്ഷെ പുറമേ ആണെങ്കിലോ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ആയിരിക്കും കൂടുതൽ. This forms an ionic or concentration gradient across the resting membrane. അപ്പോൾ ഇതാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ റെസ്റ്റിംഗ് മെംബ്രെയിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട് ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതായത് പുറമെ പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവും. അതാണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ഇൻ കോൺസെൻട്രേഷൻ. ഔട്ട്സൈഡ് ദ മെംബ്രെയിൻ ഇറ്റ് ഈസ് പോസിറ്റീവ്ലി ചാർജ് വൈൽ ഇൻസൈഡ് ദ മെംബ്രെയിൻ ഇറ്റ് ഈസ് നെഗറ്റീവ്ലി ചാർജ്. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇങ്ങനെയാണ് ന്യൂറോണിൻ്റെ അവസ്ഥ. വീണ്ടും പറയുന്നു, റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് നെഗറ്റീവ്ലി ചാർജ് അയോൺസ് ആൻഡ് K+ അയൺസ് ഇൻസൈഡ് ദ ആക്സോപ്ലാസം റിമെയിൻസ് നെഗറ്റീവ്ലി ചാർജ് വൈൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മോർ Na+ അയൺസ്, സ്മോൾ സോഡിയം അയൺസ് outside the axoplasm the membrane shows positively charged. So there is a concentration gradient between the on the two sides of the membrane. മെംബ്രെയിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് നിലനിൽക്കുന്നുണ്ട്. The ionic gradients are maintained by the active transport of ions in the sodium-potassium pump. അപ്പോൾ ഈ അയണിക് ഗ്രേഡിയൻ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സോഡിയം പൊട്ടാസ്യം പമ്പിൻ്റെ പമ്പിങ് മൂലമാണ്. ഇറ്റ് ട്രാൻസ്പോർട്ട് 3 sodium ions outwards for 2 K+ ions into the cell. അതായത് ഇതാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നത്. ഇതാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറഞ്ഞാൽ സോഡിയത്തിൻ്റെയും പൊട്ടാഷ്യത്തിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സോഡിയം അയൺസിനെ പുറത്തേക്ക് തള്ളുകയാണെങ്കിൽ 2 K+നെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ആസ് എ റിസൾട്ട് ദ ഔട്ടർ സർഫസ് ബിക്കം പോസിറ്റീവ്ലി ചാർജ് ആൻഡ് ഇന്നർ സർഫസ് ബിക്കം നെഗറ്റീവ്ലി ചാർജ്. ഓക്കെ, അങ്ങനെ ഔട്ടർ സർഫസ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഔട്ടർ സർഫസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, ഇന്നർ സർഫസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതാണ് പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ റെസ്റ്റിംഗ് പ്ലാസ്മ മെംബ്രെയിൻ ഇസ് കോൾഡ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ, ഒരു ഡിഫറൻസ് ഉണ്ട്, പുറത്ത് പോസിറ്റീവ് ആൻഡ് ഉള്ളിൽ നെഗറ്റീവ്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ റെസ്റ്റിംഗ് മെംബ്രെയിൻ, റെസ്റ്റിംഗ് മെംബ്രെയിൻ്റെ ഉള്ളിലും പുറമേയുമായിട്ടുള്ള ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പറയുന്ന പേരാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത്രയും നേരം നമ്മളിതാണ് പറഞ്ഞത്. റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്നാൽ എന്ത്? മെയിൻ്റനൻസ് ഓഫ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്നാണ് പറഞ്ഞത്. അതായത് ആക്സോണിൻ്റെ ആക്സോണിൻ്റെ
ന്യൂറൽ മെംബ്രെയിൻ അതിൽ സെലക്റ്റീവ്ലി പെർമിബിൾ ആണ്. ഇറ്റ് ഈസ് മോർ പെർമിബിൾ ടു K plus and nearly impermeable to Na plus ions. Also, the membrane is impermeable to negatively charged proteins. അതായത് negatively charged proteins will exist inside the axoplasm. അപ്പോൾ ആക്സോപ്ലാസത്തിൻ്റെ ഉള്ളിൽ നെഗറ്റീവ്ലി ചാർജും പുറമേ പോസിറ്റീവ്ലി ചാർജുമാണ്. അതങ്ങനെ ഉണ്ടാവാൻ കാരണം സോഡിയം പൊട്ടാഷ്യം പമ്പ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. സോഡിയം പൊട്ടാഷ്യം പമ്പ് വർക്ക് ചെയ്യുമ്പോൾ 3 സോഡിയം അയൺസിനെ പുറത്തേക്ക് തള്ളിയാൽ 2 K+ ഉള്ളിലേക്ക് കൊണ്ടുവരും. സോ ദ ഇന്നർ സൈഡ് ഓഫ് ദ ആക്സോണൽ മെംബ്രെയിൻ റിമൈൻസ് നെഗറ്റീവ് വൈൽ ഔട്ട്സൈഡ് റിമൈൻസ് പോസിറ്റീവ്. പുറമേ ഉള്ള ഭാഗം പോസിറ്റീവായിട്ടും ഉള്ളിലുള്ള ഭാഗം നെഗറ്റീവായിട്ടും ഇരിക്കുന്നു. ആൻഡ് ദിസ് ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് ദിസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് റെഫേർഡ് ടു ആസ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ മെംബ്രെയിൻ. ഇതാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? മെയിൻ്റനൻസ് ഓഫ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. എങ്ങനെയാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ വർക്ക് ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് ദ സോഡിയം പൊട്ടാഷ്യം പമ്പ്, വർക്കിംഗ് ഓഫ് സോഡിയം പൊട്ടാഷ്യം പമ്പ്. നെക്സ്റ്റ് ഇസ് ദ ജനറേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ എപ്പോഴാണ് ഉണ്ടാവുക? ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നത് ഒരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുമ്പോഴാണ്, ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് വരുമ്പോഴാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു പെർട്ടിക്കുലർ സൈറ്റിൽ ഒരു സ്റ്റിമുലസ് വന്നു എന്ന് വിചാരിക്കുക. വെൻ എ സ്റ്റിമുലസ് ഇസ് അപ്ലൈഡ്, ദ മെംബ്രെയിൻ അറ്റ് സൈറ്റ് എ ബിക്കംസ് പെർമിബിൾ ടു സോഡിയം അയൺസ്. അതായത് ഒരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് വന്നു. സ്റ്റിമുലസ് വരുന്നത് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു സൈറ്റിലേക്കാണെന്ന് വിചാരിക്കുക. ടെമ്പറലി ഇറ്റ് ഇസ് നോൺ ആസ് എ. ദാറ്റ് എ, ഈ റെഡ് കളേർഡ് റീജിയനാണ് എ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന സ്ഥലത്ത് താൽക്കാലികമായിട്ടൊരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. അവിടെ എന്ത് സംഭവിക്കും? ദാറ്റ് ഏരിയ ബിക്കംസ് പെർമിബിൾ ടു സോഡിയം. അതായത് അവിടെ ഒരു റാപ്പിഡ് ഇൻഫ്ലക്സ് ഓഫ് സോഡിയം ഉണ്ടാവും. ഓക്കെ, റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൻ്റെ സമയത്ത് ഇതിൻ്റെ ഉൾഭാഗം നെഗറ്റീവായിരുന്നു, ആക്സോണിൻ്റെ ഉൾഭാഗം നെഗറ്റീവായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? ഈ ഒരു എ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക്, ആക്സോണിൻ്റെ എ എന്ന് പറയുന്ന ഒരു സൈറ്റിലേക്ക് ഒരു ഇമ്പൾസ് വന്നു കഴിയുമ്പോൾ ആ പെർട്ടിക്കുലർ ഏരിയ, ആ ചെറിയ ഒരു കൺഫൈൻഡ് ഏരിയയിൽ മാത്രം സോഡിയം പൊട്ടാഷ്യം പമ്പ് റിവേഴ്സ് ചെയ്യും. അതായത് ദർ ഈസ് എ റാപ്പിഡ് ഇൻഫ്ലക്സ് ഓഫ് സോഡിയം അയൺസ്. സോഡിയം അയൺസ് ധാരാളമായിട്ട് ഉള്ളിലേക്ക് കിടക്കാൻ നോക്കും. സോഡിയം അയൺസ് ഉള്ളിലേക്ക് കിടക്കും. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ നെഗറ്റീവായിരുന്നു അല്ലേ, നെഗറ്റീവ് സ്റ്റേറ്റിലാണ് നിന്നിരുന്നത്. പക്ഷേ ഡ്യൂ ടു ദ ഇൻഫ്ലക്സ് ഓഫ് സോഡിയം അയൺസ്, ദ ഇൻസൈഡ് ഓഫ് ആക്സോൺ ബിക്കം പോസിറ്റീവ് അല്ലേ. ഉൾഭാഗം നെഗറ്റീവായിട്ടായിരുന്നു നമ്മൾ നേരത്തെ കണ്ടിരുന്നത്. പക്ഷേ ഒരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്തപ്പോൾ, സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ഒരു ടച്ച് ആവാം, അല്ലെങ്കിൽ ഒരു പെയിൻ റിസപ്റ്റർ ആകാം, അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ താൽക്കാലികമായിട്ട് ആ സ്ഥലത്ത് സോഡിയം പൊട്ടാഷ്യം പമ്പ് റിവേഴ്സ് ചെയ്യും. അപ്പോൾ സോഡിയം അയൺസ് ഇൻഫ്ലോ ചെയ്യും. അതായത് ആക്സോൺ മെംബ്രെയിൻ്റെ ഉള്ളിലേക്ക് സോഡിയം അയൺസ് ഇൻഫ്ലോ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പററി ആയിട്ട് ആ പെർട്ടിക്കുലർ ഏരിയയിൽ, ഇത്രയും ഏരിയയിൽ ഉള്ളിൽ പോസിറ്റീവും പുറമേ നെഗറ്റീവുമായിരിക്കും. ദാറ്റ് ഈസ് റിവേഴ്സൽ ഇൻ പൊളാരിറ്റി. പൊളാരിറ്റിക്ക് ഒരു റിവേഴ്സൽ സംഭവിച്ചു. വെൻ എ സ്റ്റിമുലസ് ഇസ് അപ്ലൈഡ്, ദ മെംബ്രെയിൻ അറ്റ് സൈറ്റ് എ become permeable to sodium. This causes a rapid influx of sodium and reversal of polarity at that particular site. ശ്രദ്ധിക്കുക, എവിടെ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ? എവിടെയാണോ സ്റ്റിമുലസ് അപ്ലൈ ചെയ്യപ്പെട്ടത് അവിടെ മാത്രം. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു സൈറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ പെർട്ടിക്കുലർ സൈറ്റിൽ മാത്രം പൊളാരിറ്റി റിവേഴ്സ് ചെയ്തു. പൊളാരിറ്റി റിവേഴ്സ് ചെയ്യാൻ കാരണം പുറത്ത് നിന്നിരുന്ന സോഡിയം അയൺസ് റാപ്പിഡായിട്ട് ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ ഉൾഭാഗം പോസിറ്റീവും പുറം ഭാഗം നെഗറ്റീവുമായി. മനസ്സിലായല്ലോ അല്ലേ? റാപ്പിഡ് ഇൻഫ്ലക്സ് ഉണ്ടായി. ആ ടെമ്പററി ആയിട്ട് ആ പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം റിവേഴ്സൽ ഇൻ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻസൈഡ് ബിക്കം പോസിറ്റീവ് ആൻഡ് ഔട്ട്സൈഡ് ബിക്കം നെഗറ്റീവ്. ആൻഡ് ദിസ് സ്റ്റേറ്റ് ഈസ് കോൾഡ് ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ്.
അല്ലെങ്കിൽ ഡീപോളറൈസേഷൻ. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡീപോളറൈസേഷൻ. The electrical potential difference during depolarization across the plasma membrane is called action potential or nerve impulse. ഇപ്പോൾ താൽക്കാലികമായിട്ടുണ്ടായ ആ റിവേഴ്സൽ ഇൻ പൊളാരിറ്റിയിലെ, അതായത് ഉൾഭാഗത്ത് പോസിറ്റീവും പുറം ഭാഗത്ത് നെഗറ്റീവുമായിട്ടിരിക്കുന്ന ആ താൽക്കാലികമായിട്ട് ആ എ എന്ന് പറയുന്ന റീജിയനിലുള്ള താൽക്കാലികമായിട്ടുള്ള ചേഞ്ച്, ദാറ്റ് ഡിഫറൻസ് ഇൻ പൊളാരിറ്റി, ആ ഡിഫറൻസിനെയാണ് എന്ത് പറയുക, ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ എങ്ങനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ഒരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. അറ്റ് ദ ഏരിയ ഓഫ് സ്റ്റിമുലസ് ദ സോഡിയം പൊട്ടാസ്യം പമ്പ് വിൽ ബി റിവേഴ്സ്ഡ്. ആസ് എ റിസൾട്ട് മോർ സോഡിയം അയൺസ് will show an sudden inflow into the axoplasm. This creates a reversal in polarity, that is, the inside become positive and outside become negative. ഇതിനെയാണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഇതാണ് ഡീപോളറൈസേഷൻ, ഇതാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അതായത് ഡിഫറൻസ്, ദ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡ്യൂറിങ് ഡീപോളറൈസേഷൻ. ഡീപോളറൈസേഷൻ്റെ സമയത്തെ ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഫസ്റ്റ് സ്റ്റേറ്റിൽ റെസ്റ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂറോൺ പ്രത്യേകിച്ച് ഒരു പണിയില്ലാതെ, അതായത് ഒരു ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടത്താതിരിക്കുകയാണ്. ആ നടത്താതിരിക്കുന്ന സമയത്ത് ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് സോഡിയം പൊട്ടാഷ്യം പമ്പിൻ്റെ ആക്ഷൻ കൊണ്ട് എന്ത് സംഭവിക്കും? ദ inside of the axoplasm will be negative and outside will be positive. This is due to the presence of sodium ions outside the axoplasm, while the presence of negatively charged ions and K+ inside the axoplasm. നെഗറ്റീവ്ലി ചാർജ് അയണും K+ഉം ആക്സോപ്ലാസത്തിൻ്റെ ഉള്ളിലും അതേസമയം സോഡിയം അയൺസ് ആക്സോപ്ലാസത്തിൻ്റെ പുറത്തുമായിരുന്നു. എവിടെ? റെസ്റ്റിംഗ് മെംബ്രെയിനിൽ. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ബിക്കം പോസിറ്റീവ് ആൻഡ് ഇൻസൈഡ് ബിക്കം നെഗറ്റീവ്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു, അല്ലെങ്കിൽ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു. ദാറ്റ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഈസ് മെയിൻറ്റെയിൻഡ് ഡ്യൂ ടു ദ presence of sodium potassium ions, that is sodium potassium pump, that is due to the transport of 3 sodium ions outward and 2 potassium ions inward. അങ്ങനെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ ഇരിക്കുന്ന ഒരു ന്യൂറോണിൻ്റെ ഒരു പെർട്ടിക്കുലർ സൈറ്റിൽ പെട്ടെന്നൊരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് വന്നു. at that particular area, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം, ഇപ്പോൾ എ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം there will be a reversal in polarity. അതായത് സോഡിയം പൊട്ടാസ്യം പമ്പും റിവേഴ്സ് ചെയ്യും. This results in the inflow of sodium ions into the axoplasm temporarily at the particular site or at the site of സ്റ്റിമുലസ്. ആ സ്റ്റിമുലസ് എവിടെയാണോ കിട്ടുന്നത് ആ സ്ഥലത്ത് മാത്രം സോഡിയം അയൺസ് അല്ലെങ്കിൽ സോഡിയം അയൺസ് ഉള്ളിലേക്ക് മൂവ് ചെയ്യും. അതായത് സോഡിയം പൊട്ടാഷ്യം പമ്പ് വിൽ ബി റിവേഴ്സ്ഡ്. ആസ് എ റിസൾട്ട് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ, ഫോർ എക്സാമ്പിൾ വെൻ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ, ഒരു എ എന്ന് പറയുന്നതാണ് കൺസിഡർ ചെയ്യുന്ന ഏരിയ എങ്കിൽ അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ, ആ പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ദർ വിൽ ബി എ റിവേഴ്സൽ ഇൻ പൊളാരിറ്റി. ആ പൊളാരിറ്റിക്ക് ഒരു റിവേഴ്സൽ വന്നു. അതായത് ഉൾഭാഗം നെഗറ്റീവും പുറംഭാഗം പോസിറ്റീവുമായിരുന്നു, പക്ഷേ സ്റ്റിമുലസ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് പറ്റി? നേരെ തിരിഞ്ഞു. ആസ് എ റിസൾട്ട് ദ ഇൻസൈഡ് ഓഫ് ദ ആക്സോണിക് മെംബ്രെയിൻ വിൽ ബി പോസിറ്റീവ് ആൻഡ് ഔട്ട്സൈഡ് വിൽ ബി നെഗറ്റീവ്. ദാറ്റ് ടെമ്പററി റിവേഴ്സൽ ഇൻ പൊളാരിറ്റി ഇസ് കോൾഡ് ഡീപോളറൈസേഷൻ. And that potential difference due to the application of a stimulus, ഒരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്തുകൊണ്ട് വരുന്ന ടെമ്പററി ഡിഫറൻസ്, that difference is called action potential.
and that action potential has to be transferred or has to be propagated. ആ ആക്ഷൻ പൊട്ടൻഷ്യലാണ് ഈ ആക്സോണിൽ കൂടി മൂവ് ചെയ്യേണ്ടത്, സഞ്ചരിക്കേണ്ടത്, പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ്, എന്താണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ നിന്ന് എങ്ങനെ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. ആൻഡ് ദിസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഹാസ് ടു ബി പ്രൊപ്പഗേറ്റഡ്. ആക്ഷൻ പൊട്ടൻഷ്യൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഓക്കെ, പ്രൊപ്പഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ, ഹൗ ദാറ്റ് ഒക്കേഴ്സ് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എ എന്ന് പറയുന്ന ഒരു സൈറ്റിലാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കുന്നത് അല്ലേ. അപ്പോൾ എ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സൈറ്റ് നമ്മൾ നാച്ചുറലി എന്ത് പേര് കൊടുക്കും? ഇത് എ ആണെങ്കിൽ നമ്മൾ ബി എന്ന് പേര് കൊടുക്കും അല്ലേ. നെക്സ്റ്റ് നമ്മുടെ സൈറ്റ് ബി ആണ്. അറ്റ് സൈറ്റ് എഹെഡ് എ, അതായത് അറ്റ് ദ സൈറ്റ് ബി, ഔട്ടർ സർഫസ് ഇസ് പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലേ. റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ പോലെയല്ലേ ഇരിക്കുക. റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ് അല്ലേ. ഇന്നർ സർഫസ് വിൽ ബി നെഗറ്റീവ്ലി ചാർജ്. ആസ് എ റിസൾട്ട് കറണ്ട് ഫ്ലോസ് ഫ്രം ദ ഓൺ ദ ഇന്നർ സർഫസ് ഫ്രം സൈറ്റ് എ ടു ബി, while on the outer surface current flows from B to A to complete the circuit. Hence the polarity is reversed and action potential is generated at the site B, while action potential at the site A arrives at the site B. അങ്ങനെ പറയാം. അതായത് ഇത് എ എന്ന് പറയുന്ന സൈറ്റും ഇത് ബി എന്ന് പറയുന്ന സൈറ്റുമാണ്. ഈ ബി എന്ന് പറയുന്ന സൈറ്റിൽ പുറം ഭാഗത്ത് പോസിറ്റീവ്ലി ചാർജ്ഡാണ് അല്ലേ. ദാറ്റ് പോസിറ്റീവ്ലി ചാർജ് വിൽ മൈഗ്രേറ്റ് ടു നെഗറ്റീവ്ലി ചാർജ് സർഫസ് ഏരിയ ഔട്ട്സൈഡ് ദ മെംബ്രെയിൻ, വൈൽ ഇൻ ദ ഇൻസൈഡ് അല്ലെങ്കിൽ ഇൻസൈഡ് ദ ആക്സോപ്ലാസം ദ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് വിൽ മൂവ് ടു ദ നെഗറ്റീവ്ലി ചാർജ് ഏരിയ അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ് ബി ഏരിയ. ഈ പോസിറ്റീവ്ലി ചാർജ് ബി ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഉണ്ടായിരുന്ന ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അറ്റ് ദ സൈറ്റ് എ, ഫ്രം സൈറ്റ് എ ദ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇസ് ട്രാൻസ്ഫേർഡ് ടു ദ സൈറ്റ് ബി. അറ്റ് ദ സെയിം ടൈം എ എന്തായിട്ട് മാറും? എ വീണ്ടും റെസ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ടെമ്പററി ആയിട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടായതായിരുന്നു. ആ ആക്ഷൻ പൊട്ടൻഷ്യൽ മൂവ് ചെയ്യും. അതായത് പോസിറ്റീവ്ലി ചാർജ് വിൽ മൂവ് ടുവേർഡ്സ് ദ negatively charged, positively charged from site A will move towards the site B inside the axoplasm, while negative charges move from B, യിൽ നിന്ന് to the site A സൈറ്റിലേക്ക് മൂവ് ചെയ്യും ഔട്ട്സൈഡ് ദ ആക്സോപ്ലാസം. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ എ എന്ന് പറഞ്ഞ സൈറ്റിലുള്ള ആക്ഷൻ പൊട്ടൻഷ്യൽ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ സൈറ്റ് ബി. ബി എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ദിസ് സീക്വൻസ് ഇസ് റിപ്പീറ്റഡ് അലോങ് ദ ആക്സോൺ. ഈ സീക്വൻസ് ഇങ്ങനെ ആക്സോണിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന സ്ഥലമാണിപ്പോൾ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ് റെസ്റ്റിങ്ങിലാണ്. ഇനി നേരത്തെ സി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, അതായത് എന്ത് സംഭവിക്കും? ഈ പോസിറ്റീവ്ലി ചാർജ് സബ്സ്റ്റൻസ് നെഗറ്റീവിലേക്കും നെഗറ്റീവ് പോസിറ്റീവിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആക്ഷൻ പൊട്ടൻഷ്യൽ ബിയിൽ നിന്ന് സിയിലേക്ക് പോകും, ദെൻ സിയിൽ നിന്ന് ഡിയിലേക്ക്, അങ്ങനെ അത് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദ സീക്വൻസ് ഇസ് റിപ്പീറ്റഡ് അലോങ് ദ ആക്സോൺ ആൻഡ് ദ ഇമ്പൾസ് ഇസ് കണ്ടക്റ്റഡ്. അങ്ങനെ ഇമ്പൾസ് കണ്ടക്ഷൻ നടക്കും. ദ റൈസ് ഇൻ പെർമിബിലിറ്റി ടു Na+ ഇസ് എക്സ്ട്രീംലി ഷോർട്ട് ലിവ്ഡ്. ഈ Na+ ഉള്ളിലേക്ക് കിടക്കുമെന്ന് പറയുന്നില്ലേ, റാപ്പിഡ് ഇൻഫ്ലക്സ് ഓഫ് സോഡിയം ഇൻ ടു ദ ആക്സോപ്ലാസം. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ദറ്റ് ഇസ് ടെമ്പററി, that is short-lived. It is quickly followed by a rise in permeability to K+. പെട്ടെന്ന് തന്നെ K+ൻ്റെ പെർമിബിലിറ്റി കൂട്ടാൻ തുടങ്ങും. Immediately K+ diffuses outside the membrane and restore the resting membrane. അതായത് ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ അക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ ആ ആക്ഷൻ പൊട്ടൻഷ്യലിൽ തന്നെ നിലനിൽക്കില്ല. പകരം എന്ത് സംഭവിക്കും? അത് തൊട്ടടുത്ത നെക്സ്റ്റ് സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. എന്നിട്ട് എവിടെയാണോ ആദ്യം ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നത് ദാറ്റ് ഏരിയ വിൽ ബി ഇൻ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അത് തിരിച്ച് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിലേക്ക് പോകും. ഓക്കെ.
Immediately K plus diffuses outside the membrane and restores the resting membrane. Thus the fiber become ready for further stimulation. അപ്പോൾ അത് ഫൈബർ ഫർദർ സ്റ്റിമുലേഷന് റെഡിയായി നിൽക്കും. ഇത്രയുമാണ് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷനിൽ പറയാനുള്ളത്. ഫസ്റ്റ് റീപോളറൈസേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലായിരുന്നു. ആ സമയം ഔട്ട്സൈഡ് ദ ആക്സോപ്ലാസം ഇറ്റ് ഈസ് പോസിറ്റീവ്ലി ചാർജ് വൈൽ ഇൻസൈഡ് ഇറ്റ് ഈസ് നെഗറ്റീവ്ലി ചാർജ്. ദിസ് ഈസ് കോൾഡ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് ദിസ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ സോഡിയം പൊട്ടാസ്യം പമ്പ്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റിൽ ഈ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലുള്ള സ്ഥലത്തേക്ക് നമ്മളൊരു ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം, ഇമ്പൾസിനെ ആഡ് ചെയ്യണം. അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ അറ്റ് ദ സൈറ്റ് ഓഫ് ഇമ്പൾസ് sodium potassium pump will be reversed. That is, sodium ions will move towards the inside of the axoplasm. സോഡിയം അയൺസ് ഉള്ളിലേക്ക് കടക്കാൻ തുടങ്ങും. അപ്പോൾ ഉൾഭാഗം താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് ആ ഉൾഭാഗം പോസിറ്റീവും പുറം ഭാഗം നെഗറ്റീവായിട്ട് മാറും. ഇറ്റ് ഇസ് ടെമ്പററി റിവേഴ്സൽ ഇൻ പൊളാരിറ്റി. ദാറ്റ് ഈസ് കോൾഡ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. ആൻഡ് ദെൻ ഒരു സ്റ്റിമുലസ് അപ്പിയർ ചെയ്തു, ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്തു. ദിസ് ആക്ഷൻ പൊട്ടൻഷ്യൽ വിൽ ബി കണ്ടക്റ്റഡ് ത്രൂ ദ നെർവ് ഫൈബർ. ആ ആക്സോണിൽ കൂടി ഈ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. അതായത് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുക, പിന്നെ അത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലാവും. തൊട്ടടുത്ത സ്ഥലം ആക്ഷൻ പൊട്ടൻഷ്യലാവും, അപ്പോൾ മറ്റേ സ്ഥലം റെസ്റ്റിംഗ് ആവും. അങ്ങനെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതാണ് പ്രൊപ്പഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് അതിൽ പറയാനുള്ളത്. ദെൻ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ആണ്. അതായത് ഇമ്പൾസ് ഈ ഇലക്ട്രിക്കൽ സിഗ്നൽ അല്ലാതെ കെമിക്കൽ സിഗ്നലിംഗ് കൂടി. ആ കെമിക്കൽ സിഗ്നലിംഗ് എന്താണ്, അതാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്. സിനാപ്സ് എന്ന് പറഞ്ഞിട്ട് ഇസ് എ ഫങ്ഷണൽ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. രണ്ട് ന്യൂറോണിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ജംഗ്ഷൻ, അതിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. രണ്ട് ന്യൂറോണിൻ്റെ ഇടയ്ക്കുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള ജംഗ്ഷൻ. രണ്ട് തരത്തിലുള്ള സിനാപ്സ് ഉണ്ട്. ഇലക്ട്രിക്കൽ സിനാപ്സും ഉണ്ട്, കെമിക്കൽ സിനാപ്സും ഉണ്ട്. ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് എങ്ങനെയാണ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും നേരം എങ്ങനെയാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്താണ്, ഡീപോളറൈസ് സ്റ്റേറ്റ് എന്താണ് ആക്ഷൻ പൊട്ടൻഷ്യൽ, അതെങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അത്രയുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി പറയുന്നത് ഇത് ആക്സോണിൽ കൂടി പോകുന്നതാണ് നമ്മൾ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അത് രണ്ട് തരത്തിലുണ്ട്, ഇലക്ട്രിക്കലും കെമിക്കലും. ഇലക്ട്രിക്കൽ സിനാപ്സിൽ ഇൻ ദിസ് ദ മെംബ്രെയിൻ ഓഫ് ദ പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ആർ ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി. അതായത് സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണക്ഷനാണ് സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനാപ്സിൻ്റെ ഇടയ്ക്കുള്ള, ഇത് വളരെ നേരിയ ഭാഗമാണ് ഇവിടെ സിനാപ്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ദിസ് ഇസ് പ്രീ സിനാപ്റ്റിക് ഏരിയ ആൻഡ് ദിസ് ഇസ് പോസ്റ്റ് സിനാപ്റ്റിക് ഏരിയ. അപ്പോൾ പ്രീ സിനാപ്റ്റിക് ഏരിയയും പോസ്റ്റ് സിനാപ്റ്റിക് ഏരിയയും വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ദ ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഈസ് സിമിലർ ടു ദ ട്രാൻസ്മിഷൻ ലോങ് ആക്സോൺ. അപ്പോൾ ഒരു ആക്സോണിൽ നിന്ന് അടുത്ത ആക്സോണിലേക്ക് പോകാമെന്ന് നമ്മൾ പറഞ്ഞില്ലേ, എങ്ങനെയാണ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ അങ്ങനെ തന്നെ ഇവിടെയും ട്രാൻസ്മിറ്റ് ചെയ്തോളൂ. ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഈസ് ഫാസ്റ്റർ ദാൻ ഇൻ കെമിക്കൽ സിനാപ്സ്. ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഇലക്ട്രിക്കൽ സിനാപ്സിൽ കുറച്ചും കൂടി ഫാസ്റ്ററാണ്, വേഗം നടക്കും. ഇലക്ട്രിക്കൽ സിനാപ്സ് ആർ വെരി റയർ ഇൻ ഹ്യൂമൻ സിസ്റ്റം. ഇലക്ട്രിക്കൽ സിനാപ്സ് വളരെ കുറവാണ് നമ്മുടെ സിസ്റ്റത്തിലൊക്കെ കാണുന്നത്. നെക്സ്റ്റ് ഇസ് ദ കെമിക്കൽ സിനാപ്സ്. ഇൻ ദിസ് ദർ ഇസ് എ ഫ്ലൂയിഡ് സ്പേസ്. അതായത് ഇലക്ട്രിക്കൽ സിനാപ്സിൽ ആ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനും പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനും ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് കിടന്നിരുന്നത്, വളരെ അടുത്തടുത്താണ്. പക്ഷേ കെമിക്കൽ സിനാപ്സിൽ അങ്ങനെയല്ല. There is a fluid filled space. That space is called synaptic cleft. അവിടെ ഒരു ഫ്ലൂയിഡ്, ഒരു ലിക്വിഡുള്ള ഒരു സ്പേസ് ഉണ്ട്, അതിൻ്റെ പേരാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് ബിറ്റ്വീൻ ദ ടു ന്യൂറോൺസ്, പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ്. The presynaptic neurons have swellings called synaptic knob or button. Presynaptic knob-ൽ ഇതുപോലെ ബട്ടൺസ് ഉണ്ട്, അല്ലെങ്കിൽ സ്വെല്ലിംഗ്.
ദേ കണ്ടെയ്ൻ സിനാപ്റ്റിക് വെസിക്കിൾസ്. എന്താ ഇതിൽ കാണാം, സിനാപ്റ്റിക് വെസിക്കിൾസ്. ഈ വൈറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ബോൾസ് പോലത്തെ സാധനമാണ് സിനാപ്റ്റിക് വെസിക്കിൾസ്. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ്. ആ കെമിക്കൽസാണ് ഒരു നെക്സ്റ്റ് ന്യൂറോൺ ആക്ടിവേറ്റ് ആക്കണോ അതോ സ്ലോ ഡൗൺ ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കാൻ പവറുള്ള സബ്സ്റ്റൻസസ്, കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ എന്തുണ്ട്, സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട്. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റർ ക്യാൻ ബി അസറ്റൈൽ കോളൈൻ, അഡ്രിനാലിൻ, ഡോപ്പാമിൻ. അതൊക്കെ ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സായിട്ട് ആക്ട് ചെയ്യുന്ന കെമിക്കൽസാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പൾസ് ആക്സോണിൻ്റെ ടെർമിനലിലെത്തും. ഇമ്പൾസ് വന്നു, ഇമ്പൾസ് ആക്സോണിൻ്റെ ടെർമിനലിലെത്തും, എത്തി. എന്നിട്ട് എന്ത് സംഭവിക്കും, സിനാപ്റ്റിക് വെസിക്കിൾസ് ബൈൻഡ് ഓൺ ദ പ്ലാസ്മ മെംബ്രെയിൻ. ഈ സിനാപ്റ്റിക് വെസിക്കിൾസ് പോയി പ്ലാസ്മ മെംബ്രെയിനിലേക്ക് ബൈൻഡ് ചെയ്യും. സിനാപ്റ്റിക് വെസിക്കിൾസ് പോയി പ്ലാസ്മ മെംബ്രെയിനിലേക്ക് ബൈൻഡ് ചെയ്യും. എന്നിട്ട് ആ വെസിക്കിളിൻ്റെ ഉള്ളിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് റിലീസ് ചെയ്യും. ഇമ്പൾസ് റീച്ചസ് ദ ആക്സോൺ ടെർമിനൽ. സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ത് ചെയ്യും, ബൈൻഡ് ഓൺ ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ അങ്ങ് റിലീസ് ചെയ്യും. ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റർ വിൽ പാസ് ത്രൂ ദ സിനാപ്റ്റിക് ക്ലഫ്റ്റ്. സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നില്ലേ, സ്പേസ്, അതിൽ കൂടി പാസ് ചെയ്യും. ഇറ്റ് കമ്പൈൻസ് വിത്ത് ദ റിസപ്റ്റേഴ്സ് ഓൺ ദ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ്റെ റിസപ്റ്റേഴ്സുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്ത് ഓപ്പണിംഗ് ഓഫ് അയൺ ചാനൽസ് അലോങ് ദ എൻട്രി ഓഫ് അയോൺസ്. എന്നിട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും. അയൺ ചാനൽ ഉണ്ടായിട്ടാണല്ലോ ആക്ഷൻ പൊട്ടൻഷ്യലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. അതായത് വെസിക്കിൾസ് ഉണ്ടാവും. വെസിക്കിൾസ് സിനാപ്റ്റിക് നോബിൻ്റെ സർഫസിൽ വെച്ച് ബേസ്റ്റ് ചെയ്യും. ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യും. ന്യൂറോ ട്രാൻസ്മിറ്റർ നെക്സ്റ്റ് ന്യൂറോൺ അല്ലെങ്കിൽ കമ്പൈൻ വിത്ത് ദ റിസപ്റ്റേഴ്സ് ഉണ്ട് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. ന്യൂറോണിലെ റിസപ്റ്റേഴ്സുമായിട്ടൊക്കെ ബൈൻഡ് ചെയ്യും. ദെൻ ചാനൽസൊക്കെ ഓൺ ചെയ്യും, എന്താ പറയുക, ഓപ്പണിംഗ് ഓഫ് അയൺ ചാനൽസ് ആൻഡ് അലൗവിങ് എൻട്രി ഓഫ് അയൺസ് ആൻഡ് ജനറേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇത് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ട്രാൻസ്മിഷനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇത് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ട്രാൻസ്മിഷനാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് കെമിക്കൽ ട്രാൻസ്മിഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷനാണ് കുറച്ചും കൂടി സ്പീഡിൽ, ഫാസ്റ്റർ എന്ന് പറയുന്നത്. കാരണം മിക്കവാറും കേസ് ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷനിൽ ദ ടു ന്യൂറോൺസ് ലൈ ഇൻ വെരി ക്ലോസ് പ്രോക്സിമിറ്റി. രണ്ട് ന്യൂറോണും വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് കിടക്കുന്നത്. വേഗം അത് അയോൺസ് ആയിട്ടല്ലേ മൂവ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് വേഗം മൂവ് ചെയ്യും. പക്ഷേ കെമിക്കൽ ട്രാൻസ്മിഷനിൽ രണ്ടിൻ്റെ ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട്, സിനാപ്റ്റിക് ക്ലഫ്റ്റ്. അതുകൂടാണ്ട് ഇവിടെ ധാരാളം പ്രോസസ്സ് ഉണ്ട്. അതായത് സിനാപ്റ്റിക് വെസിക്കിൾ ഉണ്ടാവണം. സിനാപ്റ്റിക് വെസിക്കിൾ ബേസ്റ്റ് ചെയ്യണം. എന്നിട്ട് അഡ്രിനാലിൻ, അസറ്റൈൽകോളിൻ ഏതെങ്കിലും ഒന്നിനെ റിലീസ് ചെയ്യണം. അത് പോയി നെക്സ്റ്റ് ന്യൂറോണിലെ റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റഡ് ആക്കി അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യണം. ഇത്രയും പ്രോസസ്സ് നടക്കേണ്ടത് കൊണ്ടാണ് കെമിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈസിയാണെന്ന് പറയും, കമ്പാരിറ്റീവ്ലി സ്ലോവർ ആണെന്ന് പറയുന്നത് ദാൻ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ. ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷനാണ് കുറച്ചും കൂടെ സ്പീഡിൽ നടക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. എന്താണ് ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ, എന്താണ് കെമിക്കൽ ട്രാൻസ്മിഷൻ, അതുപോലെ എങ്ങനെയാണ് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്.